സഖാവ് VS ഉൾപ്പെടുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യ തലമുറ അവരാണ് ഇന്നും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഘടകമായ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അസ്ഥിവാരമിട്ടത്. നമ്മളിന്ന് ഈ ഓർമ്മ ദിനത്തില് ഇത് സ്മരിക്കുന്നത് ഇന്നത്തെ വെല്ലുവിളികളെ നേരിടുന്നതിന് അവരുടെ അനുഭവങ്ങളും അവരുടെ ആവേശവും എല്ലാം ആവാഹിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യ തലമുറയില് നല്ല പങ്കാളുകള് അന്നത്തെ ഉയർന്ന ഭൂവുടമസ്ഥന്മാരിൽ നിന്നും ഉയർന്ന ജാതികളിൽ നിന്നെല്ലാം വന്നിട്ടുള്ളവരാണ്. EMS സ്വയം വിശേഷിപ്പിക്കാറുള്ളത് പോലെ തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രന്മാരായിട്ട് അവര് മാറുകയായിരുന്നു. എന്നാൽ ആലപ്പുഴയിലെ അനുഭവം ഈ പൊതുസ്ഥിതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. സഖാവ് MA ബേബി ദേശാഭിമാനിയിൽ എഴുതിയ അനുസ്മരണ കുറിപ്പില് 1947 അന്ന് സഖാവ് VS ജയിലിലാണ്. അന്ന് കിടങ്ങാമ്പറമ്പില് EMS നടത്തിയ പ്രസംഗത്തെ വിശദമായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. EMS പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആലപ്പുഴയിലെ 98% നേതാക്കന്മാരും തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. VS-നെ പോലെ അത്തരത്തിൽ തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന് സഖാവ് VS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് വളർന്നു. ഇതുപോലെ MP-മാര് MLA-മാര് ഇത്തരത്തിൽ നാടിന്റെ നേതാക്കന്മാരായിട്ട് എത്ര സാധാരണക്കാരായ തൊഴിലാളികളെ ആ പ്രസ്ഥാനം വളർത്തിയെടുത്തു. 3 കാര്യങ്ങളാണ് VS-ന്റെ തലമുറ കേരളത്തിൽ ചെയ്തു തീർത്തത്. ഒന്ന്, ജാതി വിവേചനത്തിനും അനാചാരങ്ങൾക്കും എല്ലാം എതിരായിട്ടുള്ള പോരാട്ടം. അതിലൂടെ അധിഷ്ഠിത സമുദായങ്ങളുടെ വലിയ അംഗീകാരമുള്ള നേതാക്കന്മാരായിട്ട് ആ തലമുറയിൽപ്പെട്ടവര് ഉയർന്നു വന്നു. കേരളത്തിലെ അനാചാരങ്ങള്, ജാതി മര്യാദകള് ഇതിലൊക്കെ പൊളിച്ചെടുത്ത് നടത്തിയതിന്റെ ഫലമായിട്ട് ഇന്ന് ജാതി വിവേചനം ഏറ്റവും കുറവ് നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറി. രണ്ടാമത്തത്, ഇതിലൊതുങ്ങിയില്ല. ജാതിക്കും മതത്തിനുമെല്ലാം അതീതമായിട്ട് തൊഴിലാളികളെ, കൃഷിക്കാര് അവരുടെ വർഗ സംഘടനകളിൽ സംഘടിപ്പിക്കുക, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക. അത്തരത്തിൽ നോക്കുമ്പോൾ സഖാവ് VS-ന്റെ കേരളത്തിലെ പ്രസ്ഥാനത്തിനുള്ള ഏറ്റവും വലിയ സംഭാവന എന്തെന്ന് ചോദിച്ചാൽ, ഇന്നും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സാമൂഹ്യ അടിത്തറ എന്ന് പറയുന്നത് കേരളത്തിലെ കൃഷിക്കാര് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടത്തരക്കാരല്ല ഒരിക്കലും. കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട കർഷക തൊഴിലാളികള്, പരമ്പരാഗത വ്യവസായ തൊഴിലാളികള്, കൂലിവേലക്കാര്, ഇത്തരത്തിലുള്ള
പാവപ്പെട്ടവരെ അവരുടെ സംഘടിപ്പിച്ച് കേരളത്തിലെ പ്രസ്ഥാനത്തിന്റെ അടിത്തറയാക്കി അവരെ മാറ്റി എന്നുള്ളതാണ്. അതില് തന്റെ രാഷ്ട്രീയ പ്രവർത്തന തുടക്കം മുതല് VS കർഷക തൊഴിലാളി പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവനകള് അത് പകരം വെക്കാൻ, ഒപ്പം വെക്കാൻ മറ്റൊരാളെ കേരളത്തിൽ കാണാനാവില്ല. ഒരുപക്ഷെ ആദ്യത്തെ VS പ്രവർത്തനം എന്ന് പറയുന്നത് സ്വന്തം വീടിന് അടുത്തുള്ള കർഷക തൊഴിലാളി സമരത്തിൽ ഇടപെട്ടതായിരിക്കും. ഇതുകൊണ്ടായിരിക്കും കൃഷ്ണപിള്ള VS കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തത്. ഒരു പറ്റം കർഷക തൊഴിലാളികള് കുട്ടനാട്ടിൽ പ്രവർത്തനത്തിന് പോയത് ആദ്യത്തെ യൂണിയൻ ചെറുകായലിൽ രൂപം നൽകുമ്പോൾ VS ജോയിന്റ് സെക്രട്ടറിയാണ്, വൈദ്യസ് വൈദ്യൻ പ്രസിഡന്റ്, SK ദാസ് സെക്രട്ടറി. അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലുള്ള പങ്ക്, നേതൃത്വപരമായ പങ്ക്, ഏറ്റവും വലിയ കുതിപ്പുണ്ടായതെന്ത് 60കളില് കേരളം മുഴുവൻ കുടികിടപ്പ് സമരത്തിന്റെ ഭാഗമായിട്ട്, ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ വ്യാപിപ്പിച്ചപ്പോ അതിന്റെ നേതൃത്വത്തില് VS ഉണ്ടായിരുന്നു. അപ്പോ രണ്ടാമത്തെ സംഭാവന എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഈ വർഗ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയതാണ്. മൂന്നാമത്തത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ പ്രസ്ഥാനങ്ങളെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻപന്തിയിൽ കൊണ്ടുവന്നു. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നേടാൻ കഴിയാവുന്ന EMSും AKGയും കൃഷ്ണപിള്ള സഖാവിനോടൊപ്പം പോലെ തന്നെ നമ്മുടെ ആലപ്പുഴയിലെ തൊഴിലാളി സഹാക്കളും VSും എല്ലാവരും കൂടി ചെയ്തു. എന്താ മുൻപന്തി വരാന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള അധ്യായം അത് പുന്നപ്ര വയലാറാണ്. 500 പേരാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ജാലിയൻ ബാഗ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ആളുകളെ രക്തസാക്ഷിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. അതിന്റെ ഫലമായിട്ട് മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്തൊരു സ്ഥാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായി. അതുകൊണ്ടാണ് 1946 ഒരുപക്ഷെ തിരുവിതാംകൂറിൽ 1%, 2% പിന്തുണയുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 10 വർഷം കഴിയുന്നതിന് മുമ്പ് 1956 30% പിന്തുണയോടുകൂടി അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വത്തിലേക്ക് ഉയർത്തി. ഇത്തരത്തിൽ കേരളത്തിലെ സുപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തിയായിട്ട്, മേധാശക്തിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു.